അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ് റീപോർട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാകാം. അതിന് മണ്ണ്, ഫംഗസൈഡായിട്ട് സാഫാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ മണൽ അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ആട്ടിൻ കാഷ്ടം പൊടിച്ചതും. പിന്നെ ഇതിൻ്റെ കൂട്ടിൽ തന്നെ പെർലൈറ്റും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് പെർലൈറ്റ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഹോളുള്ളൊരു പോട്ട് എടുക്കാം. അതിലോട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാനിലെ കോഡക്സിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട്. സാഫ് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കാം. ഫംഗസൈഡ് പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോഡക്സിൽ സാഫ് തേച്ച് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിൻ്റെ കോഡക്സിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് മൂടരുത് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൽ കൂടുതലും മണൽ ചേർത്ത പോട്ടി മിക്സിൽ അധികം മണലാണ് ആഡ് ചെയ്യേണ്ടത്. ഇത്രയും ഭാഗം മണ്ണിട്ടാൽ മതി കേട്ടോ. കുറച്ച് കോഡക്സ് മുകളിൽ കാണുന്ന വിധത്തിൽ ഇത്രയും മതി മണ്ണിട്ടത്. ഇനി നമുക്കിതിലേക്ക് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കുക. പിന്നെ ഈർപ്പം ഉണ്ടാകാൻ നോക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പ്ലാന്റിന് നനച്ച പാടന്നെ നമ്മൾ തണലത്ത് കൊണ്ടുപോയി വെക്കുക. ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വെയിലത്തോട്ട് ഈ ഒരു പ്ലാന്റ് മാറ്റിയാൽ മതി.